പൊതുവെ ആവശ്യത്തിലധികം സാധനങ്ങൾ വാങ്ങി പണം കളയുന്ന സ്വഭാവമാണ് നമ്മളിൽ പലരുടേതും. പലരും സേവിങ്സ് മൊത്തം എടുത്തും ഒപ്പം കടവും വാങ്ങി മക്കളുടെ അല്ലെങ്കിൽ സ്വന്തം കല്യാണം നടത്തി ആഘോഷിച്ച് പൊളിയുന്നു. വർഷങ്ങളോളം അടച്ചു തീർക്കേണ്ട ലോൺ എടുത്ത് വീട് വെക്കുന്നു. ഐഫോണിന്റെ പരസ്യത്തിൽ വീണ് ഇല്ലാത്ത പൈസയുണ്ടാക്കി അത് വാങ്ങുന്നു. അങ്ങനെ വരുമാനത്തിനനുസരിച്ച് അതിന്റെ ഒരു ഭാഗം ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ, കാര്യങ്ങൾ ചെയ്യാൻ ചെലവഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റ്, ഇങ്ങനെ ഇല്ലാത്ത പൈസ ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ നന്നായി മെച്ചപ്പെടുത്തുന്ന പല സാധനങ്ങളും വാങ്ങിക്കാറില്ല എന്നതാണ്. കയ്യിൽ പൈസയുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങണമെന്ന് തോന്നിയ, പേഴ്സണലി വാങ്ങിയത് കൊണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെട്ട ചില പർച്ചേസുകളെ കുറിച്ചാണ് ഇത്തവണത്തെ വീഡിയോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലാ വീടുകളിലും കാണാത്ത എന്നാൽ സിമ്പിൾ ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വെള്ളം തിളപ്പിക്കുന്ന കെറ്റിൽ. വെള്ളം തിളപ്പിക്കുന്ന കാര്യത്തിൽ കെറ്റിൽ സിമ്പിൾ ആണ്, പെട്ടെന്ന് കാര്യം നടക്കും, പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ്, വെള്ളം തിളച്ചു കഴിയുമ്പോൾ ഓഫാക്കാൻ നമ്മൾ അവിടെ നിൽക്കണമെന്നില്ല, താനെ ഓഫ് ആയിക്കോളും. അപ്പൊ കട്ടൻ ചായ ഉണ്ടാക്കാൻ, വെള്ളം തിളപ്പിക്കാനൊക്കെ ഒരു കെറ്റിൽ ഉണ്ടാകുന്നത് ലൈഫ് ഈസിയാക്കും. അടുത്തത് ചെറിയൊരു കോൺട്രവേഴ്ഷ്യൽ സാധനമാണ്, അതാണ് നമ്മുടെ മൈക്രോവേവ്. പ്രശസ്ത തമിഴ് സംവിധായകനായ വെട്രിമാരന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. When we said we can come and heat the food here, do you have a microwave? What did you say? Microwave heat பண்றதுன்னு வந்து it's very they say it's very dangerous. நான் அதை எப்படி பார்க்குறேன்னா, மைக்ரோவேவ்ல ஒரு ஃபுட்டை ஹீட் பண்ணி சாப்பிட்றது, சாப்பாடு பக்கத்தில் கொஞ்சம் விஷம் வச்சு சாப்பிட்ற மாதிரி தான். So you never use the microwave? മൈക്രോവേവിനെ കുറിച്ച് ഇതുപോലെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്, ഒക്കെ മണ്ടത്തരമാണ്. സത്യത്തിൽ ആദ്യമായി വിദേശത്തെത്തിയപ്പോൾ അവിടെ മൈക്രോവേവ് കണ്ടപ്പോൾ ആദ്യമായി അങ്ങനെ ഒരു സാധനം കണ്ടതുകൊണ്ട് ഞാനും കുറെ അതിനെക്കുറിച്ച് വായിച്ചു നോക്കിയിരുന്നു. മൈക്രോവേവിൽ ചൂടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്നതിന് യാതൊരു ശാസ്ത്രീയ തെളിവുമില്ല എന്ന് അന്ന് മനസ്സിലായി. മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലെ ഒരുവിധം എല്ലാ മനുഷ്യരിലും ആ പ്രശ്നങ്ങൾ ഇതിനോടകം കാണേണ്ടതായിരുന്നു. തണുത്തുപോയ ചോറ്, കറി ഇതൊക്കെ ഒന്ന് ചൂടാക്കണമെങ്കിൽ അതിന് സ്റ്റോവ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് സെപ്പറേറ്റ് പാത്രം എടുക്കണം, അത് കഴുകണം, കുറച്ച് സമയമെടുക്കും. എന്നാൽ മൈക്രോവേവിലാണെങ്കിൽ കഴിക്കുന്ന പ്ലേറ്റിൽ തന്നെ എല്ലാം എടുത്ത് 1-2 മിനിറ്റ് ചൂടാക്കിയാൽ മതി. ഫ്രഷ്ലി കുക്ക്ഡ് ഫുഡ് പോലെ വീണ്ടും കഴിക്കാം. ഇതുപോലെ അടുക്കളയിൽ വേണ്ട മറ്റൊരു മികച്ച ഉപകരണമാണ് എയർ ഫ്രയർ. നമ്മുടെ നാട്ടിലെ വീടുകളിൽ അവനും അങ്ങനെ ഉണ്ടാകാറില്ല. എന്നാൽ വിദേശത്ത് ബേക്കിംഗ് ഒക്കെ കോമൺ ആയതുകൊണ്ട് അവൻ ഇല്ലാത്ത ഒരു വീട് വിരളമാണ്. അവൻ ബേക്കിങ്ങിന് നല്ലതാണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക്, അതായത് മീറ്റ് കുക്ക് ചെയ്യാനും കിഴങ്ങ്, ബ്രിഞ്ചാൾ അങ്ങനെയുള്ള വെജിറ്റബിൾസ് കുക്ക് ചെയ്യാനും അത്ര എഫിഷ്യന്റ് അല്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. അവന് പകരം ഇന്ന് ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എയർ ഫ്രയർ. ബേസിക്കലി ചെറിയ സ്പേസ് ആൻഡ് കോസ്റ്റ് ആൻഡ് ടൈം എഫിഷ്യന്റ് ആയ ഒരു അവനാണ് എയർ ഫ്രയർ. ഉദാഹരണത്തിന് ചിക്കനാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ മസാല പുരട്ടി ഇതിലങ്ങ് വെക്കും, ഒരു 10-20 മിനിറ്റിൽ സാധനം റെഡി. പിന്നെ മീറ്റിലെ ഓയിലൊക്കെ ഡ്രെയിൻ ആയി പോകുന്നത് കൊണ്ട് എയർ ഫ്രയർ കുക്കിംഗ് ഹെൽത്തിയുമാണ്. ടൈം സെറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണമെന്നില്ല, കരിഞ്ഞു പോവുകയുമില്ല. അപ്പോൾ ഒരു എയർ ഫ്രയർ അടുക്കളയിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുറെ സമയവും എനർജിയും ലാഭിക്കാം. ഇനി അടുത്ത സാധനം എന്റെ അഭിപ്രായത്തിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. പൊതുവെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾ പോലും കുക്ക് ചെയ്യാൻ മടിക്കാൻ കാരണം അതിനുശേഷമുള്ള പാത്രം കഴുക്ക് ഓർത്തായിരിക്കും. 3 പേരുള്ള വീട്ടിൽ വരെ കഴുകാനുള്ള പാത്രങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കുമിഞ്ഞുകൂടുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. ഏറ്റവും വെറുപ്പിക്കുന്ന ടയറിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പാത്രം കഴുക്ക്. ഇപ്പൊ വെസ്റ്റേൺ രാജ്യങ്ങളിൽ മിക്ക വീടുകളിലുമുള്ള ഒന്നാണ് ഡിഷ് വാഷർ. ഇത് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. സത്യത്തിൽ വാഷിംഗ് മെഷീൻ പോലെ തന്നെ നമ്മുടെ വർക്ക് ലോഡ് നന്നായി കുറയ്ക്കുന്ന ഒന്നാണ് ഡിഷ് വാഷർ. കഴിച്ച പാത്രങ്ങളിലെ വേസ്റ്റ് കളഞ്ഞ് ഡിഷ് വാഷറിൽ അടുക്കി വെച്ച് സോപ്പ് പൊടി അല്ലെങ്കിൽ ടാബ്ലറ്റ് ഇട്ട് ഓൺ ആക്കിയാൽ നമ്മൾ പണിയെടുക്കാതെ കുറച്ച് സമയത്തിൽ പാത്രങ്ങളൊക്കെ വൃത്തിയാകും. തുടക്കത്തിൽ ഡിഷ് വാഷർ ഉപയോഗിച്ചാൽ അത് കുറെ വെള്ളം യൂസ് ചെയ്യുമെന്ന് കരുതി അത് ഉപയോഗിക്കാൻ എനിക്ക് മടിയായിരുന്നു. എന്നാൽ പിന്നീട് ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ടാപ്പും തുറന്ന് പാത്രം കഴുകുന്നതിനെ അപേക്ഷിച്ച് ഡിഷ് വാഷർ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ് എന്ന്. ഇപ്പൊ സ്വാഭാവികമായും ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാകും, ഇതിനൊക്കെ പൈസ വേണ്ടേ എന്ന്. അതെ, പൈസ വേണം, എല്ലാവരെ കൊണ്ടും അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും അറിയാം. പക്ഷേ ഇന്ന് മിക്ക വീടുകളിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലിക്ക് പോകുന്നവരാണ്. ജോലിയും കഴിഞ്ഞു വന്ന് മക്കളുടെ കാര്യവും നോക്കി കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് തന്നെ ഒരു വഴിയാകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, മിക്സി, ഡിഷ് വാഷർ, എയർ ഫ്രയർ, മൈക്രോവേവ്, കെറ്റിൽ ഇതൊക്കെയുള്ളത് എന്തായാലും ലൈഫ് ഈസിയാക്കും. പലരും പുതിയ വീടുണ്ടാക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ ആഡംബരത്തിന് വേണ്ടി മാത്രം നല്ലൊരു പൈസ ചെലവാക്കാറുണ്ട്. ആ പൈസ അതിനു പകരം ഇതുപോലെ ലൈഫ് ഈസിയാക്കുന്ന സാധനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യമായി വാങ്ങിയിരിക്കേണ്ട 1-2 സാധനങ്ങളും കൂടി പറയാം. ഒന്ന് സൺസ്ക്രീൻ ആണ്. നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനും സ്കിൻ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കാനും സ്കിന്നിന്റെ ഏജിംഗ് സ്ലോ ആക്കാനും സഹായിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയ ഒരു മാർഗ്ഗമാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നത്. ചെറുപ്പത്തിൽ നമ്മൾ കൊണ്ട വെയിലിന്റെ എഫക്റ്റ് ഒക്കെ പിന്നീട് നമ്മുടെ തൊലിയിൽ കാണാൻ തുടങ്ങും. അതുകൊണ്ട് എത്ര പെട്ടെന്ന് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങുന്നോ അത്രയും നല്ലത്. അടുത്തത് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് വാങ്ങി കഴിക്കുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ അധികം പുറത്തിറങ്ങാതെ ഉള്ളിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പല അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാനും ഹാർട്ട് ഹെൽത്ത്, ബോൺ ഹെൽത്ത്, ഇമ്മ്യൂണിറ്റി ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനും വൈറ്റമിൻ ഡി ശരീരത്തിൽ ആവശ്യമാണ്. ഡോക്ടറുടെ അടുത്ത് പോയി ബ്ലഡ് ടെസ്റ്റ് നടത്തി വൈറ്റമിൻ ഡി ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കി, ഇല്ലെങ്കിൽ അത് വാങ്ങി കഴിക്കുന്നത് നല്ലതായിരിക്കും. എന്റെ ലിസ്റ്റിലെ അവസാനത്തെ ഐറ്റം സ്മാർട്ട് വാച്ച് ആണ്. നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ആൻഡ് സ്ലീപ്പ് സൈക്കിൾ മോണിറ്റർ ചെയ്യാനും എത്ര സ്റ്റെപ്സ് നടന്നു എന്ന് ട്രാക്ക് ചെയ്യാനും അങ്ങനെ നമ്മുടെ ഓവറോൾ ഹെൽത്ത് ട്രാക്ക് ചെയ്യാനും കഴിയുന്ന പല ഫീച്ചേഴ്സും ഇന്നത്തെ സ്മാർട്ട് വാച്ചസിലുണ്ട്. ഉദാഹരണത്തിന് ഞാൻ സ്വയം കരുതിയിരുന്നത് ഞാൻ എല്ലാ ദിവസവും 10,000 സ്റ്റെപ്സ് നടക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ ഒരു സ്മാർട്ട്
സ്മാർട്ട് വാച്ച് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത് സത്യത്തിൽ 6000 മുതൽ 7000 സ്റ്റെപ്സ് മാത്രമാണെന്നത്. അപ്പോൾ പൈസയുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയ ചില പർച്ചേസുകൾ. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ എന്തെങ്കിലും പർച്ചേസുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.